ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേക്ക് 5 നോമ്പായേട്ടാ. സമയം ഇതാ ആയി, ബാങ്ക് കൊടുക്കാൻ ടൈം ഒന്ന് കിട്ടിയ നോമ്പ് പറയാട്ടാ. അതുപോലെ ഇത് ഫ്രൂട്ട്സ് ഈ കാര്യം പറയുമ്പോൾ ഇത് ഇന്നലെ തലശ്ശേരി പോയപ്പോൾ പെങ്ങൾ തന്നതാട്ടാ. നിറച്ചിട്ട് തന്നതാണ്, പൊരിച്ചതാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, മാംഗോ ജ്യൂസ് ജൈവക്ക് വേണ്ടിയിട്ട്, പിന്നെ ബത്തക്ക ജ്യൂസ് എനിക്ക് വേണ്ടിയിട്ട്, പിന്നെ കായ്പോള കത്തി എടുത്തു. അങ്ങനെ ഈ കായ്പോള ഞാൻ ഇതാ കട്ട് ചെയ്യുന്നു. ഇത് ഓൺലൈനിൽ വാങ്ങിയ പുതിയ കത്തിയാട്ടാ. 4 സെറ്റ് ഉണ്ടാവും, വലുത് ചെറുത്. നമ്മൾ കായ്പോള നോക്കിയേ, നല്ല പഴുത്ത കായ്പോളയാട്ടാ. കായ്പോള ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ജൈവക്കും റിച്ചുവിനും പപ്പക്കും ഉമ്മാമ്മക്കും എനിക്കും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നോമ്പ് ഭയങ്കര ക്ഷീണുണ്ട് കേട്ടോ. ജൈവലിതാ ചത്ത കോഴിയെ പോലെ ആയിട്ടുണ്ട്. ഭയങ്കര ക്ഷീണാണ്, ഒന്നും പറയണ്ട കേട്ടോ. സത്യമായിട്ട് ഭയങ്കര ക്ഷീണായിട്ടുണ്ട്. അങ്ങനെ നോമ്പ് കുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ബാങ്ക് കൊടുക്കും. ഹലോ, ഇത് ജൈവക്കുട്ടി ഇതൊക്കെ ടയേർഡായിട്ടുണ്ട്. നോമ്പ് എടുത്തിട്ട് ആള് ഭയങ്കര ടയേർഡ്. ക്ഷീണുണ്ട് എനിക്ക്. എന്താ അത്താഴത്തിന് എനിക്ക് ഒന്നും തന്നില്ല കേട്ടോ. അതാണ് മെയിൻ പ്രശ്നം. ക്ഷീണം വന്നിനോ? പൊതുവെ ഇന്ന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ തീരെ കഴിഞ്ഞ് ഭയങ്കര തലവേദന, ഒന്നും പറയണ്ട. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടോ? നമുക്ക് ക്ഷീണമുണ്ടല്ലേ. ഇത് ജൈവ ചായയും കുടിക്കൂല, ഒന്നും തിന്നുകയും ചെയ്യില്ല. എന്തെങ്കിലും ചെറിയൊരു സ്നാക്സ് തിന്നെങ്കിലായി, അതൊന്നും നിർബന്ധിച്ചാൽ മാത്രം. ഇതൊക്കെ കൊടുത്തയച്ച ഉപ്പി സ്പെഷ്യലായിട്ട് ഇന്നലെ പോയപ്പോൾ കൊടുത്തയച്ചെന്ന്. ദൈവ കുട്ടിക്ക് ഇഷ്ടമില്ല. റിച്ചു പള്ളിയിലാണ് കേട്ടോ നോമ്പ് തുറക്കാൻ പോയിട്ടുള്ളത്. ജൈവക്ക് ബാങ്ക് കൊടുക്കാൻ ആയിട്ടില്ല. ഉമ്മക്ക് അൽഹംദുലില്ലാ അങ്ങനെ ബാങ്ക് കൊടുത്തേട്ടാ. ഇന്നത്തേക്ക് 5 നോമ്പായി. എത്ര പെട്ടെന്നല്ല നോമ്പൊക്കെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നത്. ഭയങ്കര ക്ഷീണമുണ്ട്. കാരണം വെച്ചാൽ ഇനി നോമ്പ് തുറന്ന ശേഷമാണ് ബാക്കിയുള്ള ക്ഷീണം വരാം. പിന്നെ ഇല്ല, അടിപൊളി പത്തിരി ഉണ്ടായിട്ടുണ്ട്. നല്ല നൈസ് പത്തിരി, ഇത്രയധികം സോഫ്റ്റ് ആയത് കോമ്പിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ബീഫ് സ്റ്റൂ ഒക്കെയാണ് വേണ്ടത്. പക്ഷെ ഞാൻ വെച്ച ചെമ്മീൻ കറിയാണ് രാത്രി അത്താഴത്തിന്. അപ്പം ഇന്ന് അതുകൊണ്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല തളയൻ ഫ്രൈയും കൂടി ഉണ്ട് കേട്ടോ ചൂടോടെ. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരോടും എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.